ആനന്ദം നിറഞ്ഞു കവിയ അരൂപിയെ വരണേ, എന്നിൽ നിറയണമേ. അരൂപിയെ വരണേ, എന്നിൽ നിറയണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്നു വാഴ പറന്നിറങ്ങണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്നു വാഴ പറന്നിറങ്ങണമേ. ഈ ലോകത്തിൽ എന്നെ നയിക്കാൻ ആത്മാവേ വരണേ, ദൈവത്തിൻ പ്രിയ പൈതലാക്കാൻ ആത്മാവേ വരണേ. ഈ ലോകത്തിൽ എന്നെ നയിക്കാൻ ആത്മാവേ വരണേ, ദൈവത്തിൻ പ്രിയ പൈതലാക്കാൻ ആത്മാവേ വരണേ. പാപം വെടിഞ്ഞ് വിശുദ്ധി നേടാൻ എന്നിൽ നിറയണമേ, ദൈവ സ്വഭാവം സ്വന്തമാക്കാൻ എന്നിൽ നിറയണമേ. പാപം വെടിഞ്ഞ് വിശുദ്ധി നേടാൻ എന്നിൽ നിറയണമേ, ദൈവ സ്വഭാവം സ്വന്തമാക്കാൻ എന്നിൽ നിറയണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്നു വാഴ പറന്നിറങ്ങണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്നു വാഴ പറന്നിറങ്ങണമേ. പ്രലോഭനങ്ങളെ വിജയിച്ചിടുവാൻ ആത്മാവേ വരണേ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആത്മാവേ വരണേ. പ്രലോഭനങ്ങളെ വിജയിച്ചിടുവാൻ ആത്മാവേ വരണേ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആത്മാവേ വരണേ. തളർന്നിടുമ്പോൾ ബലമേകാനായി എന്നിൽ നിറയണമേ, വചനത്തിൻ പൊരുളേകിടാനായി എന്നിൽ നിറയണമേ. തളർന്നിടുമ്പോൾ ബലമേകാനായി എന്നിൽ നിറയണമേ, വചനത്തിൻ പൊരുളേകിടാനായി എന്നിൽ നിറയണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്നു വാഴ പറന്നിറങ്ങണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്നു വാഴ പറന്നിറങ്ങണമേ. ഗലാത്യർ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെടാനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്ത് നമ്മെ രക്ഷിച്ചു, എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു മരത്തിൽ തൂക്കപ്പെട്ടവനായിട്ട് മാറി. നിയമാവർത്തന പുസ്തകം 21, 22, 23 വചനങ്ങളാണത്. ആ നിയമം മോശയ്ക്ക് കൊടുക്കുന്ന നിയമമാണത്. മരത്തിൽ തൂക്കപ്പെടുന്നവൻ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ആ ഒരു നിയമമാണ്, ദൈവം സ്ഥാപിച്ച നിയമമാണത്. അപ്പോൾ ആ നിയമം യേശുവിൻ്റെ മേൽ നിലവിൽ വരികയാണ്. യേശു മരത്തിൽ തൂക്കപ്പെട്ട് ആരായിട്ട് മാറി? ശപിക്കപ്പെട്ടവനായിട്ട് മാറി. അപ്പോൾ അങ്ങനെ യേശു ശപിക്കപ്പെട്ടവനായി മാറിയത് കൊണ്ട് പഴയ നിയമത്തിലെ ഒരു നിയമങ്ങളും നമ്മളെ ബാധിക്കില്ല എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. മനസ്സിലായല്ലോ? പഴയ നിയമത്തിലെ ഒരു ശാപങ്ങളും നമ്മളെ ബാധിക്കില്ല എന്നാണ് അനേകർ പഠിപ്പിക്കുന്നത്. ഇനി അങ്ങനെ വിചാരിച്ചെങ്കിൽ പോലും ഈ ഒരു വചനം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നിയമത്തിൻ്റെ ശാപം എന്താണ്? നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമം.
ദൈവിക നിയമങ്ങൾ. എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ? 10 കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. അപ്പോൾ നിയമത്തിൻ്റെ ശാപം എന്ന് പറയും. നിയമത്തിന് നമുക്കറിയാം, നിയമം ലംഘിക്കുന്നവർക്കുള്ള ശാപമാണ് ഇത്. ആര് നിയമം ലംഘിക്കുന്നുവോ അവരെ ശപിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ നിയമത്തിൻ്റെ ശാപത്ത് നമ്മെ രക്ഷിച്ചു. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുള്ള മേഖലയാണത്. എന്തുകൊണ്ടാണ് നിയമത്തിൻ്റെ ശാപം ഉണ്ടായത്? ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നില്ല, അവൻ ലംഘിക്കുന്നു. ലംഘിച്ചപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതെന്തായിട്ട് മാറി? അപ്പോൾ നിങ്ങളൊരു പാപം ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ നിങ്ങൾ പാപം ചെയ്തപ്പോൾ, ആ നിയമലംഘനം നിങ്ങൾ എന്തായിട്ട് മാറി? പാപമായിട്ട് മാറി, അല്ലേ? നിങ്ങൾ പാപമായിട്ട് മാറി, ശാപമായിട്ടല്ല, നിങ്ങൾ പാപമായിട്ട് മാറി. നമ്മുടെ പിതാക്കന്മാർ ഇതുപോലെ തന്നെ അവർ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചു, അതിനെതിരായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കത് പാപമായിട്ട് മാറി. അവർക്ക് പാപമായിട്ട് മാറി. അവരെ പാപത്തെ കുറിച്ച് പശ്ചാത്തപിച്ചില്ല, അവരെ പാപത്തിൽ മരിച്ചു. അവരെ പാപത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം ആരിലേക്ക് പകരപ്പെട്ടു? അവരുടെ മക്കളിലേക്ക് പകരപ്പെട്ടു. ആ പാപവും കടന്നു ചെയ്യുന്നു, പാപത്തിൻ്റെ ഫലമായ ശാപവും കടന്നു വരിക. പാപത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ശാപം. പിതാക്കന്മാർ ചെയ്തു പോയ പാപം, ആ പാപത്തെയോർത്ത് പശ്ചാത്തപിക്കുകയോ പരിഹാരം ചെയ്യുകയോ ചെയ്യാതെ അവരെ പാപത്തിൽ മരിച്ചു പോകുമ്പോൾ അവർ ചെയ്തു പോയ പാപം മക്കളുടെ മേലെ കടന്നു വരികയാണ്. ഒരു നിയമമാണത്. മക്കളിലേക്ക് കടന്നു വരുന്നു. കാരണം ആദ്യത്തെ പാപം കായനെ ബാധിച്ചു, കായൻ കൊലപാതകയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, മക്കളിലേക്ക് വന്ന പാപം അത് അവരുടെ മേലെ ശാപമായിട്ട് മാറി, ബന്ധനമായിട്ട്. എന്താ ശാപം എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പറ്റാത്ത തടസ്സമാണ് ശാപം എന്ന് പറയുക. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ വയ്യാത്ത തടസ്സമാണ് ശാപം. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്? ആരാണ് തടസ്സം ഉണ്ടാക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നമുക്ക് തടസ്സമുണ്ടാക്കുന്നു. ആര് തടസ്സമുണ്ടാക്കുന്നു? അതാണ് ശാപം ഞാൻ പറഞ്ഞു. ആര് തടസ്സമുണ്ടാക്കുന്നു? പിശാച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ മനസ്സിലാക്കണം, ഒരുവൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പാപത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പാപിയായിട്ട് മരിച്ചു. പാപിയുടെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? മരണശേഷം അവൻ്റെ ആത്മാവ് നരകാഗ്നിക്ക് അടിമപ്പെട്ടു പോവുകയാണ്, സാത്താൻ അടിമപ്പെട്ടു പോവുകയാണ്. നഷ്ടപ്പെട്ടു, ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി. അവൻ മരിച്ചവൻ എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ബന്ധം അറ്റുപോയി പാപത്തിലൂടെ. അവൻ മരിച്ചവനാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് നഷ്ടപ്പെടാനായി സാത്താൻ അടിമത്തിലേക്ക് കടന്നുപോയ അവൻ പിശാചിന്റെ അടിമയായി തൻ്റെ സ്വന്തം കുടുംബത്തിൽ, സ്വന്തം തലമുറകളിൽ അവൻ നിൽക്കാൻ പറ്റും തടസ്സപ്പെടുത്താൻ. വേറെ ആരുമല്ല വരുന്നത്, സ്വന്തം പിതാക്കന്മാരായിരിക്കാം. തിരിച്ചറിയണം, സത്യം അതാണ്. സ്വന്തം അപ്പന്മാരോ അമ്മമാരോ സഹോദരങ്ങളോ സ്വന്തം കുടുംബത്തിൽ മരിച്ച് നഷ്ടപ്പെട്ടു പോയവര്, പിശാചിന്റെ അടിമത്തിൽ വീണുപോയവര്, അടിമകൾ, അശുദ്ധാത്മാക്കൾ, അവരാണ് അശുദ്ധാത്മാക്കൾ, ഈവിൾ സ്പിരിറ്റ്സ്. അവർ നിൽക്കുക, തടസ്സം നിൽക്കുക. ഇവൻ തടസ്സം നിൽക്കുമ്പോൾ നമ്മുടെ മുകളിൽ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ദൈവത്തിന് അനുഗ്രഹവും കൊടുക്കാൻ പറ്റില്ല. രക്തം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അപ്പനോ വല്യപ്പനോ ആണ് തടസ്സപ്പെടുന്നത്. അതിനെ മാറ്റാൻ ആരെ കൊണ്ട് പറ്റും? ദൈവം മാറ്റില്ലത്. അത് ദൈവം അങ്ങനെ ചെയ്യില്ല. കാരണം നിയമം നൽകപ്പെട്ടതാണ്, അവൻ അനുസരിക്കേണ്ടതായിരുന്നു, അവൻ അനുസരിച്ചില്ല. പാപത്തിൽ അവന് ജീവിച്ചിരുന്നപ്പോൾ അവസരം കിട്ടി, അവൻ അനുസരിച്ചില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ നിയമമുണ്ട്, നീ മരിക്കും. കാരണം ആദ്യത്തെ നിയമം കൊടുത്തില്ലേ, ഭക്ഷിച്ചാൽ നീ മരിക്കും. അപ്പോൾ ആ ഒരു നിയമം നിലനിൽപ്പുണ്ട്. മരിക്കുമെന്ന് പറഞ്ഞ് നീ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും ദൈവത്തിന്. ആ നിയമം നിലനിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇവൻ പാപം ചെയ്ത്, പ്രമാണം ലംഘിച്ച് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നു, പിശാചിൻ്റെ അടിമയായിട്ട് മാറുന്നു. പിന്നെ ആ സാത്താൻ്റെ കീഴിലാണ് അവൻ. ഈ അശുദ്ധാത്മാവിനെ സാത്താൻ ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ആ രക്തം വഴിയുള്ള ബന്ധം മൂലം ദൈവം ഒന്നും ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളാണ്. ഇവര് രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിന് മുമ്പിൽ വേറെ ഒരു വഴിയിൽ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗം, അയാളുടെ മക്കളോ കൊച്ചുമക്കളോ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് ഒരുവൻ തന്നെ വിശദീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവം ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് നഷ്ടപ്പെട്ടവന് വിടുതൽ കൊടുക്കുകയുള്ളൂ. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ തലമുറയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാതെ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന തലമുറകൾ, അശുദ്ധാത്മാക്കൾ. ഇന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ പിതാക്കന്മാർ മോഷ്ടാക്കളായി, കൊലപാതകളായി, വ്യഭിചാരികളായി
ദൈവമേ, മന്ത്രവാദികളോ ദുർമന്ത്രവാദികളോ നരഭോജികളോ അറിയില്ല. കഴിഞ്ഞ തലമുറയിൽ അവരെങ്ങനെ ജീവിച്ചു നമുക്ക് അറിയില്ല. 7 തലമുറയോ 14 അങ്ങ് പുറകോട്ട് എത്രയോ തലമുറകളോട് നമുക്ക് ബന്ധമുണ്ട്. നമുക്കറിയില്ല അവരെ കുറിച്ച്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം, അവരെല്ലാ പാവവും ചെയ്തവരാണ്. വിശുദ്ധമായി ജീവിച്ച വളരെ കുറച്ച് പേര് കാണുമായിരിക്കാം. പക്ഷേ 99% ആളുകളും അതികഠിനമായ പാപം ചെയ്ത് ജീവിച്ച് മരിച്ചവരാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദുഷ്ടഹൃദയത്തിനുടമെന്ന് പറഞ്ഞത്, നിങ്ങൾ ദുഷ്ടരായിരിക്കെ, അണലി സന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങൾ എങ്ങനെ നല്ല കാര്യം പറയാൻ സാധിക്കും? ശാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അണലി സന്തതികളെന്ന് വിളിച്ചു. അണലി സന്തതികൾ പാമ്പിൻ്റെ സന്തതികളാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? ഏത് പാമ്പിനെ കുറിച്ച് അവർ പറയുന്നത്? പിശാചിന്റെ പാമ്പ്, പുരാന സർപ്പം. അപ്പോൾ ആ പിശാചിന്റെ സന്തതികളാണ് അനേകർ. അതുകൊണ്ടാണ് ഈ പരീശന്മാർ യഹൂദ പുരോഹിതന്മാർക്ക് ഈശോയെ ഇത്ര എതിർക്കാൻ കാരണം. അവരുടെ മേൽ കിടന്ന പൈശാചികത്തിന് ആധിപത്യം. യേശു ദൈവത്തെ ദൈവമെന്ന് വിളിച്ചു, പിതാവെന്ന് വിളിച്ച് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് ദൈവദൂഷണമായിട്ട് അവർ പറഞ്ഞു. യേശുവിനെ എതിർക്കുകയാണ്. ഇവിടെ ഒരു കാരണം, അത്രമാത്രം മനുഷ്യകൃത്യം ദുഷ്ടമാണ്, അത്രമാത്രം തിന്മ നിറഞ്ഞതാണ്, അത്രമാത്രം കാപ്പട്യം നിറഞ്ഞതാണ്. ഈ ദിവസങ്ങളിലെല്ലാം കേട്ട വചനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടത്. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ നമ്മുടെ രക്തത്തിൽ കിടക്കുന്ന തലമുറയുടെ സ്വാധീനങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ മനസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, 3 തലങ്ങൾ. നമ്മുടെ ബോധ മനസ്സ്, ശ്രദ്ധിക്കണമേ, നമ്മുടെ ബോധ മനസ്സ് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ തലമായിട്ടാണ്. നമ്മുടെ ബോധ മനസ്സിൻ്റെയാണ് എല്ലാ പ്രവൃത്തികളും, അല്ലേ? നമ്മൾ വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ചുരുക്കമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോകവുമായിട്ടാണ്. 2 തരങ്ങളുണ്ട്. ലോകവുമായിട്ട് ബന്ധപ്പെടുന്നു, പിന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെടാം. ഒരു വ്യക്തി ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിൻ്റെ അവൻ്റെ ബോധ മനസ്സെപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതല്ലെങ്കിൽ ലോകവുമായിട്ടാണ് ബന്ധപ്പെട്ടത് ബോധ മനസ്സ്. എന്നാൽ അവൻ്റെ മനസ്സിൻ്റെ ഉപബോധതലം, 2ാം തലം ഉപബോധ മനസ്സ്. നമ്മൾ പറയും ഓർമ്മയുള്ള കാലം നമ്മൾ പറയും, ഓർമ്മ വെച്ച കാര്യങ്ങൾ ഓർക്കുന്ന ഉപബോധ മനസ്സ്. ഈ ഉപബോധ തലം എന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ തലമാണ്. നമ്മുടെ മനസ്സ്, കാരണം നമ്മൾ കിടക്കുന്ന എല്ലാ തകർച്ചകളും ഉള്ളിൽ കിടക്കുകയാണ്. എല്ലാ ആന്തരിക മുറികളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സ് കിടപ്പുണ്ട്. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ സകല തിന്മകളും, നാം ചെയ്തു കൂട്ടിയ സകല പാവങ്ങൾ കിടക്കുന്ന ഭരിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അത് പിശാചിന്റെ രാജ്യമാണ് ഉപബോധ മനസ്സെന്ന് പറയുക. അത് ദുഷ്ടമാണത്. ഇനി അടുത്ത തലമാണ് അബോധ മനസ്സ്. ഈ അബോധ മനസ്സ് എങ്ങോട്ടായിരിക്കും ബന്ധപ്പെട്ടെന്ന് അറിയാമോ? നരകവുമായിട്ട്. മനുഷ്യൻ്റെ അബോധ മനസ്സ് നരകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശ്വരനാമത്തിനെ അത് ബന്ധിച്ച് ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ്. നരകമുള്ള എല്ലാ ബന്ധങ്ങളെയും ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ നാമത്തിൽ. കാരണം ഈ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മാക്കളുടെ നിലവിളി അതെപ്പോഴും നമ്മുടെ അബോധ മനസ്സിലേക്ക് കടന്നു വരുന്നു. അബോധ മനസ്സ് വഴി അത് നമ്മുടെ ഉപബോധത്തിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, രക്ഷപ്പെട്ടു പോകുന്നു, വീണ്ടും വരികയാണ്. ചങ്ങല വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറകിൽ നിന്ന്. നഷ്ടപ്പെട്ടു പോയ സകലരും രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവരാ. ഒന്നുകിൽ അവർ വരുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നില്ലെങ്കിൽ നശിപ്പിക്കാൻ കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണെന്ന് ഓർത്തിരിക്കുക ഒരു തലമുറകൾക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞ ഈ വചനം, ഗലാത്യർ 3:13 വചനം, നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെടേണ്ട യേശു നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ നിയമത്തിൻ്റെ ശാപത്തിന് കാരണക്കാരായ നമ്മുടെ പിതാക്കന്മാർക്ക് നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥിച്ച് ആ നിയമത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടിൽ നിന്നും അവരെ വിടുവിക്കുമ്പോഴാണ് നമ്മളും സ്വതന്ത്രരാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞേ, മഹത്വപ്പെടുന്നേ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ പറയും, യേശുശ്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എസെക്കിയേൽ പ്രവാചന പുസ്തകം അധ്യായം 18 എടുക്കുക. എസെക്കിയേൽ 18 1 മുതൽ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതിന് എല്ലാം ആഴങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. എസെക്കിയേൽ 18:1. കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചുവെന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? ദൈവകർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നീതിയും ന്യായവുമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ആണെന്നിരിക്കട്ടെ, അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ
ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്തെ സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയവസ്തു തിരികെ കൊടുക്കുന്നു. കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവന് ആഹാരം നൽകുന്നു. നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവകർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുക, ഒന്നാമത്തെ അവൻ ചോദിക്കുകയാണ്, അതുകൊണ്ട് അരുളിച്ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുതിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചുവെന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്ന എന്തിന്? ഇത് പറഞ്ഞേ, പിതാക്കന്മാർ പുളിക്കുന്ന മുതിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചുവെന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? പിതാക്കന്മാരെ പുളിക്കുന്ന മുതിരിങ്ങ തിന്നു. പല്ല് പുളിച്ചത് ആരുടെയാ? മക്കളുടെയാ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും അർത്ഥം എന്തായിരിക്കും? പിതാക്കന്മാർ ചെയ്തു പോയ പാപം, അതിൻ്റെ ഫലങ്ങൾ ആരനുഭവിച്ചു? മക്കൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇതൊരു പഴമൊഴിയാണ്, നിങ്ങൾ എന്തിനു ആവർത്തിക്കണം? അപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടാണ് അനേകം ആളുകൾ പറയുന്നുണ്ട് ശാപമില്ല, പിതാക്കന്മാരുടെ പാപം മക്കളെ ബാധിക്കില്ല. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് വചനം പഠിക്കുക. എന്നൊരു കർത്താവ് പറയുകയാണ്, 5-ാമത്തെ വചനം, ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്നിരിക്കട്ടെ, അവൻ പൂജാഗിരിയിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുവീഴ്ത്തുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാം പ്രമാണം എങ്ങനെ നടത്തുന്നില്ല. അവൻ ഒന്നാം പ്രമാണം അനുസരിക്കുന്നവനാണ്. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്തെ സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. ഇത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട തലമാണ്. അവൻ ആ പാപം ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, ആരുമായിട്ട് ദ്രോഹം ചെയ്യുന്നില്ല, കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു, കൊള്ളയടിക്കുന്നില്ല, അവൻ വിശക്കുന്നതിന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ 10 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം പ്രമാണം തുടങ്ങി 10 കാര്യങ്ങൾ, 10 കൽപ്പനകളോട് പറഞ്ഞിരിക്കുകയാണ്. അത് ഓരോന്നെടുത്ത് കഴിഞ്ഞാൽ 10 ഉണ്ട്. 9-ാമത്തെ വരും, 10-ാമത്തെ നിയമമായി. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. കർത്താവ് പറയണം, അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. അവനവൻ ഒരു പാവോ ശാവോ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഇനി അടുത്ത വചനം ശ്രദ്ധിക്കുക. എന്നാൽ അവന് കൊള്ളക്കാരും കൊലപാതകിയുമായ ഒരു പുത്രനുണ്ടെന്നിരിക്കട്ടെ, അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്ത്, അതിൻ്റെ ആരംഭം അതുതന്നെ പറയുകയാണ്, പൂജാഗിരിയിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ, അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഇല്ല. ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ തീർച്ചയായും മരിക്കും. അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും. ഇപ്പം നോക്കണമേ, ആദ്യം ഒരു അപ്പനെ കുറിച്ച് പറഞ്ഞു. അപ്പൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. അപ്പൻ നീതിമാനാണ്. പക്ഷെ അപ്പൻ്റെ മകൻ കൊള്ളക്കാരും കൊലപാതകയും എല്ലാ തിന്മയും ചെയ്യുന്നതിനായിട്ട് മാറി. അപ്പോൾ അവൻ ദൈവത്തിൽ നഷ്ടപ്പെട്ടവനായി, പാപിയായി. എന്താ പറയണം? അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കുന്നു. അവൻ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം അവൻ്റെ മേൽ തന്നെ പതിക്കും. അടുത്ത വചനം, 14-ാമത്തെ വചനം, എന്നാൽ ഈ മനുഷ്യനൊരു പുത്രൻ ജനിക്കുകയും, അതായത് 2ാമത് പറഞ്ഞ ആള് ഒരു പുത്രൻ, 3ാമത്തെ തലമുറയാണ്. ഈ മനുഷ്യന് പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ 3ാം തലമുറ ജനിച്ച മകൻ തൻ്റെ അപ്പൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവൻ പേടിയായി. വലിപ്പം നന്നായിട്ട് ജീവിച്ചു, പക്ഷെ തൻ്റെ അപ്പനോ ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കരമായി ഭയമായി. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേരെ കണ്ണ് ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, പണയം തിരിച്ചു കൊടുക്കുന്നു, കൊള്ള ചെയ്യുന്നില്ല. അവൻ വിശക്കുന്നതിനുമായി ആഹാരം കൊടുക്കുന്നു, നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല, അവൻ പലിശ വാങ്ങുകയോ ലാഭം എടുക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. നോക്കണമേ, ഏതു മകൻ, മൂന്നാം തലമുറയിലെ മകൻ പൂർണ്ണമായ ദൈവത്തെ അനുസരിച്ചു. തൻ്റെ അപ്പൻ്റെ വഴി തെറ്റിൻ്റെ വഴിയായിരുന്നു. പക്ഷെ തൻ്റെ വല്യപ്പൻ നല്ലവനായിരുന്നു. ആ വല്യപ്പൻ്റെ വഴിയിലെ ഈ കൊച്ചുമകൻ അതേപോലെ ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കുക. അവന് മേൽ ശിക്ഷ പതിക്കുമോ ഇല്ലയോ? ഇല്ല, അവന് ശിക്ഷയില്ല, അവന് ശാപമില്ല. കാരണം അവൻ ദൈവത്തെ അനുസരിച്ചു. എന്നാൽ വല്യപ്പൻ്റെ മകനായ ഇവൻ്റെ അപ്പൻ എല്ലാം ലംഘിച്ചവനായതുകൊണ്ട് അവൻ മരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധം നഷ്ടപ്പെടുകയാണ്. അവൻ ദൈവത്തെ നഷ്ടപ്പെടാനായിട്ട് മാറുകയാണ്. വലിയ വചനം ശ്രദ്ധിക്കണമേ. എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും, എന്നിട്ട് പറയാം, എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. അടുത്ത വചനം, അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സഹോദരങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും. പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്ത എന്തോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്ര നിയമാനുസൃതവും ന്യായപ്രമാണവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടത ഫലവും അനുഭവിക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയിൽ നമ്മൾ ദൈവത്തിൻ്റെ നിയമപ്രകാരം വിശുദ്ധമായിട്ട് ജീവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ? ഉറക്കെ പറ. ദൈവത്തിൻ്റെ നീതി നിയമമാണത്. അതുകൊണ്ടാണ് ഈ തലമുറയെ ദൈവം നമ്മളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ജനനം തന്ന് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിപ്പിച്ച് ഒരു വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ തലമുറ വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ഇപ്പം ഇപ്പം ഇവിടെ കേട്ടനുസരിച്ച് ഈ മകൻ്റെ അപ്പൻ കൊടിയ പാപിയാണ്. ഏറ്റവും കൂടിയ പാപം ചെയ്ത ആൾ മരിച്ചു. ഈ മകൻ നിശബ്ദനായിട്ടിരിക്കുമോ? തൻ്റെ അപ്പൻ കൊടിയ പാപം മൂലം ദൈവത്തെ നഷ്ടപ്പെട്ടു, അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ബന്ധത്തിൽ അവൻ നഷ്ടപ്പെട്ടു. അവൻ നിശബ്ദനായിട്ടിരിക്കുമോ? തൻ്റെ അപ്പൻ ആത്മ നഷ്ടപ്പെട്ട് പൊക്കോട്ടെ എന്ന് ഓർത്ത് കൈകെട്ടിരിക്കുമോ? അവന് സാധിക്കുമോ? അവൻ എന്ത് ചെയ്യും? തൻ്റെ നീതി നിമിത്തം അവൻ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, എൻ്റെ അപ്പൻ തെറ്റിലാണ് ജീവിച്ച് മരിച്ചു, അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൻ കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ അപ്പൻ, ഇവൻ്റെ വല്യപ്പൻ നീതിമാനായിരുന്നു. ആ നീതിമാന്റെ മകനാണ് കൊടും പാപത്തിൽ ജീവിച്ച് മരിച്ചു പോയത്. ആ മരിച്ച പാപിയുടെ മകനാണ് നീതിമാനായിട്ട് വീണ്ടും ജീവിക്കുന്നത്. ഈ നീതിമാൻ നീതിയോടുകൂടി ജീവിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവൻ്റെ നീതി കണ്ടുകൊണ്ട് മരിച്ചുപോയ നഷ്ടപ്പെട്ടു പോയ അവൻ അപ്പനോട് കരുണ കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സ്പിരിറ്റ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ മേലെ ശാപങ്ങളില്ല നമ്മൾ പറഞ്ഞത്. നാം ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിച്ചാൽ നമ്മുടെ ഒരു ശാപത്തിനും നമ്മുടെ ഇടമില്ല. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന ഈ രക്ഷയുടെ ഫലം അനുഭവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധൻ്റെ നീതിമാന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് മേഘങ്ങൾ തുളഞ്ഞു കയറും. ഹല്ലേലൂയ. ആ വിശ്വാസം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അവർക്ക് രക്ഷയും വിടുതലും കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ നിയമം വഴി വന്ന ശാപത്തിൽ നിന്ന് രക്ഷ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ പിതാക്കന്മാർ രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 21 വചനം, എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപത്തിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. ആരാണ്? ദുഷ്ടൻ താൻ ചെയ്ത പാപത്തിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. നോക്കണമേ, ഹല്ലേലൂയ. ഒരു ദുഷ്ടനായിട്ട് ജീവിച്ചു, പക്ഷെ അവൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പറയുകയാണ്, അവൻ്റെ ഒരു ദുഷ്ടതയും അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്നൊന്നും അവൻ ശിക്ഷിക്കപ്പെടത്തില്ല. അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. എന്നിട്ട് പറഞ്ഞ്, അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. 24 വചനം വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണത്. നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും
ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? ഇല്ല. അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസതയും പാപവും മൂലം അവൻ മരിക്കും. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവൻ ആരെന്നാണ് പറഞ്ഞത്? നീതിമാനാണ്. അപ്പോൾ ഈ തലമുറയിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ ദൈവം കാണും, നീതിമാനെന്ന് കാണും. എന്നാൽ ഇങ്ങനെ നീതിമാനായവൻ അവൻ 9 പ്രമാണം അനുസരിച്ചു. 10 കൽപ്പന മാത്രം പറയുകയാണ്, അതിൻ്റെ എല്ലാ ഉപനിയമം ചേർത്ത് പറയുകയാണ്. 10 നിയമങ്ങൾ 9 അവൻ അനുസരിച്ചു, 1 ലംഘിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? 10 ലംഘിക്കാൻ തുല്യമെന്നാണ്. എന്നാൽ ആ ഒറ്റ ലംഘനം കൊണ്ട് ബാക്കി 9 പാലിച്ചതും യാതൊരു വിലയില്ലാതായിപ്പോയി. 10 ലംഘിച്ചും തുല്യമായിട്ട് മാറി. നാം ശ്രദ്ധിക്കണം. അത് നാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ എന്ന് പറയുകയും കുറേയൊക്കെ നമ്മൾ പാലിക്കുന്നു, പക്ഷെ നമ്മൾ 1 പാലിക്കുന്നില്ല, 2 പാലിക്കുന്നില്ല. നമ്മൾ തള്ളപ്പെടും. നമ്മൾ മരിച്ചവരാ ദൈവത്തിന് മുമ്പിൽ. യാതൊരു ബന്ധവുമില്ല. നാം എത്രമാത്രം ജാഗ്രത പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരായി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരും ദാസന്മാരുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ, രാജകീയ പുരോഹിത ഗണമല്ലേ നമ്മൾ. അങ്ങനെ വിളിക്കപ്പെട്ട നമ്മൾ ഈ അഭിഷേകം സ്വീകരിച്ചിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മ്ലേച്ഛത പ്രവർത്തിച്ചാൽ, ശരീരത്തിൽ പാപം ചെയ്താൽ, വ്യഭിചാരം ചെയ്യുന്നവൻ അവൻ തന്നെ ശരീരത്തെ നശിപ്പിക്കുന്ന വചനം പഠിപ്പിച്ചത്. മറ്റു പാവങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ തന്നെ ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം. ഈ ശരീരത്തിനെതിരായി ഞാൻ പാപം ചെയ്യാൻ, വ്യഭിചരിച്ച് നശിപ്പിച്ച് കളയാണ്. വേശ്യയുമായി സംഗമിക്കുന്ന അവളുമായിട്ട് ഒരു ശരീരമായി തീരുന്നു. ക്രിസ്തുവുമായി സംയോജിക്കുന്നവൻ അവൻ യേശുവിൽ ഒന്നായി തീരുന്നു. അപ്പോൾ യേശുവിൽ ഒന്നായി തീർന്ന, അഭിഷേകത്തിൽ ഒന്നായി തീർന്നവൻ തൻ്റെ ശരീരം കൊണ്ട് വീണ്ടും മ്ലേച്ഛതയ്ക്ക് പോയി കഴിഞ്ഞാൽ, വീണു പോയാൽ പിന്നെ ഒരിക്കലും അഭിഷേകത്തിൽ നിൽക്കാൻ പറ്റില്ല. അത് വേരോടെ അറ്റുപോകും. ദൈവത്തിന് വേണ്ടി ഒരുവൻ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ അവനെ വീഴിക്കാൻ വേണ്ടി കുടുക്കും, വലയും കെണിയും സാത്താൻ വെക്കുന്ന ഓർത്തുകൊള്ളുക. സാത്താൻ സാഹചര്യം ഒരുക്കി തരും. നീ വിശുദ്ധമായി ജീവിക്കുന്ന കാണുമ്പോൾ നിന്നെ വീഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുവന് 7 മുതൽ 10 വരെ വർഷമാണ് പരമാവധി ഒരു കൂട്ടായ്മയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. പിന്നീട് വീട് പോയിരിക്കും. അത് ലോകത്തിലെല്ലാം മനുഷ്യൻ്റെ അവസ്ഥയാണ്. ശക്തന്മാരായി പ്രശസ്തന്മാരായി നിന്ന് എത്ര വരുന്നുണ്ട്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു നിയമമാണത്. ഒരുവനെ പോലും 10 വർഷം കടത്തിവിടാൻ പിശാച് സമ്മതിക്കില്ല. കെണി ഒരുക്കി വയ്ക്കും. എവിടെയെങ്കിലും വീഴിക്കും. ഒന്നുകിൽ ജഡത്തിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ മേഖലയിൽ. അപ്രകാരം വീണവർ അനേകം ആളുകൾ. പക്ഷേ നമുക്ക് നമ്മുടെ ഒത്ത് നിൽക്കുന്ന ജ്ഞാനം പരിശുദ്ധ അമ്മ വിട്ടുകൊടുക്കാതെ താങ്ങിയതുകൊണ്ട് ഇന്നും ഈ അഭിഷേകം ശക്തിയോടെ വേരുറച്ച് നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ശതാൻ ഏതെല്ലാം തരത്തിൽ ശ്രമിക്കുമ്പോഴും ജ്ഞാനം നമ്മളെ കാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനം നമ്മളെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് മാത്രം സ്പിരിറ്റ് ഇന്നും ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ.